ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. അസൂയയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്. വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വിശ്വസിക്കുന്നു മരിച്ച് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് എനിക്കും സവർണനാകണമെന്ന് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ഞാൻ ഉച്ചമയക്കത്തുനിന്ന് ഒന്ന് ഞെട്ടിയുണർന്നത്. എൻ്റെ അയൽ വീട്ടിലെ രാമൻ നായരുടെ വീട്ടിലെ മൂത്ത സന്തതി നരേന്ദ്രൻ നായർ എന്ന ഒരു നരേന്ദ്രൻ, ഏതാണ്ട് ഒരു 30 വയസ്സ് കാണും, ഉറക്ക വിളിച്ചു പോണത് കേട്ടു. ഞാൻ വീട്ടിലേക്കൊന്ന് എത്തി നോക്കി. ഏതോ ഒരു മലയാള സിനിമയിൽ ജയറാമൊക്കെ അഭിനയിച്ച് കാവടിയാട്ടം എന്ന സിനിമയാണെന്നാണ് തോന്നണത്. തലയ്ക്ക് സുഖമില്ലാത്തവനെ പോലെ അഭിനയിച്ച് അടുത്ത വീട്ടിൽ ചെന്ന് വാഴയെല്ലാം കൊടുവാൾ കൊണ്ട് വെട്ടിയിടുന്ന ഒരു രംഗം പോലെയായിരുന്നു നരേന്ദ്രൻ നായർ ആ വീട്ടിൽ ചെയ്തിരുന്നത്. നരേന്ദ്രൻ ഒരു കൊടുവാളുമായിട്ട് അയാളുടെ അച്ഛൻ രാമൻ നായരുടെ പിന്നാലെ ഓടുകയാണ് ആ വീടിന് ചുറ്റും. പ്രാണഭയത്താൽ രാമൻ നായർ ആ വീടിന് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പാവം 70 വയസ്സുള്ള ആ രാമൻ നായർ ഏത് നിമിഷവും നരേന്ദ്രൻ നായർ എന്ന ആ 30-കാരൻ മകനാൽ കൊല്ലപ്പെടാം. രണ്ടും കൽപ്പിച്ച് ഞാൻ ഓടിച്ചെന്ന് നരേന്ദ്രൻ നായരുടെ മുന്നിൽ കയറി അയാളെ തടഞ്ഞു. അയാൾ കൊടുവാൾ വീശിയത് ഒരു 1/2 ഇഞ്ച് മാറിപ്പോയിരുന്നെങ്കിൽ സ്ഥിതി മാറിപ്പോയേനെ. പക്ഷെ ഒരു ഗുണമുണ്ടായി. അപ്രതീക്ഷിതമായിട്ട് എന്നെ കണ്ടതോടെ ബാധയൊഴിപ്പിച്ച് ബോധം അറ്റ് വീഴുന്ന പോലെ നരേന്ദ്രൻ നായർ എൻ്റെ കാൽക്കൽ അങ്ങോട്ട് വീണു. ഈ തക്കത്തിൽ ഞാൻ നരേന്ദ്രൻ്റെ കയ്യിലുള്ള കൊടുവാൾ പതുക്കെ പിടിച്ചു വാങ്ങിയിട്ട് ഭയന്ന് വിറച്ച് നിന്നിരുന്ന പാറൂട്ടിയമ്മ എന്ന നരേന്ദ്രൻ നായരുടെ അമ്മയെ ഏൽപ്പിച്ചു. അവരാ കൊടുവാളുമായിട്ട് വീടിനകത്തേക്ക് അങ്ങ് ഓടിക്കയറി. ആ കൊടുവാൾ എവിടെയോ ഒളിപ്പിച്ചു. നരേന്ദ്രൻ നായർ എൻ്റെ കാല പിടിച്ച് കരയാണ്. എനിക്ക് എൻ്റെ ജാതി മാറണം, ബ്രാഹ്മണനാകണം, സവർണനാകണം. എനിക്കൊന്നും മനസ്സിലായില്ല. അതിനെന്തിനാ നരേന്ദ്ര, നീ ഇപ്പോഴേ സവർണനാണല്ലോ, നിൻ്റെ ജാതിക്കാർ സവർണരാണല്ലോ. ഞാൻ നോക്കുമ്പോൾ രാമൻ നായർ ദൂരെ ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ തെങ്ങും ചാരി ഇരുന്ന് അങ്ങനെ കിതക്കുകയാണ്. ഞാൻ ആ തെങ്ങിൻ്റെ മണ്ടയിലേക്കൊന്ന് നോക്കി. ഭാഗ്യം, വീഴാൻ പാകത്തിന് തേങ്ങയും ഉണങ്ങിയ പട്ടയും ഒന്നുമില്ല. രാമൻ നായർ പഴയ കാലത്ത് പഴയ വലിയൊരു കുശിനിക്കാരനായിരുന്നു കേട്ടോ. നാട്ടിലെവിടെ സദ്യ ഉണ്ടായാലും രാമൻ നായരായിരിക്കും പാചകക്കാരൻ. പ്രസിദ്ധ പാചകക്കാരനാണ്. രാമൻ നായരാണ് പാചകമെന്ന് പറഞ്ഞാൽ ആ സദ്യയ്ക്ക് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരൊക്കെ കൂടും. അത്രയ്ക്ക് പ്രസിദ്ധമാണ് ഈ രാമൻ നായരുടെ സദ്യ. ഭയങ്കര സ്വാദിഷ്ടമായ സദ്യയായിരിക്കും. ഇപ്പോൾ രാമൻ നായർക്ക് വയസ്സായി. പാചകക്കാരായ എല്ലാം ഇപ്പോൾ അറിയപ്പെടുന്നത് ചീഫ് കുക്ക് എന്നാണ്. സദ്യ ഒരുക്കുന്ന കൂട്ടുകാരൊക്കെ ഇപ്പോൾ കാറ്ററിംഗുകാരെന്നും അതും വളർന്നിട്ട് ഈവൻറ്റ് മാനേജേഴ്സും എന്നൊക്കെ അറിയപ്പെട്ടതോടെ രാമൻ നായർ ഫീൽഡ് ഔട്ട്. മക്കൾ 4-5 പേരുണ്ട്, 4 പെണ്ണും ഒരാണും. ആ ആൺ സന്തതിയാണ് ഈ നരേന്ദ്രൻ നായർ. 4 പെണ്ണുങ്ങൾ അവരുടെ മിടുക്കുകൊണ്ട് പുര നിറഞ്ഞു നിന്നില്ല. രാമൻ നായർക്ക് വലിയ ചിലവില്ലാതെ അവരൊക്കെ വീട് ഒഴിഞ്ഞു. ഒരേ ഒരു ആൺസന്തതി ഡോക്ടറാകണമെന്നായിരുന്നു മോഹം. നീറ്റ് പരീക്ഷ എഴുതി ഉയർന്ന റാങ്ക് നേടിയെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള റാങ്കൊന്നും നരേന്ദ്രൻ്റെ ഈ സവർണ റാങ്കിന് ഉണ്ടായിരുന്നില്ല. 2 തവണ കൂടി നീറ്റ് എഴുതി നോക്കിയിട്ടും സ്ഥിതി തഥൈവ. സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ആ റാങ്കിൽ അഡ്മിഷനൊക്കെ കിട്ടും. അതിന് സാമ്പത്തിക നിർവാഹവും ഇല്ല. 1/2 കോടി രൂപ വരും ഇത്രേ അവിടെയൊക്കെ MBBS പഠിക്കാൻ. അങ്ങനെ നരേന്ദ്രൻ ആ മോഹം ഉപേക്ഷിക്കേണ്ടി വന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് നരേന്ദ്രനിലെ ഈ സ്വഭാവമാറ്റം. നരേന്ദ്രനേക്കാൾ നല്ല സാമ്പത്തികമുള്ള, എന്നാൽ നീറ്റ് പരീക്ഷയ്ക്ക് നരേന്ദ്രനേക്കാൾ വളരെ വളരെ മാർക്ക് കുറവുള്ള നരേന്ദ്രൻ്റെ തന്നെ കൂടെ പഠിച്ച കുറേ പേർക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് കിട്ടിയത്രേ. അതാണത്രേ കാരണം അവൻ്റെ ഈ സ്വഭാവമാറ്റത്തിന്. അവർക്കൊക്കെ അവരുടെ ജാതിയുടെ പേരിൽ അവർക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ടായതുകൊണ്ടാണ് കിട്ടിയത്. തൻ്റെ ഈ ജാതി കാരണമാണ് താൻ തഴയപ്പെട്ടത് എന്നുള്ള ആ ഒരു ബോധമാണ് ഈ നരേന്ദ്രൻ ഈ മാറ്റമൊക്കെ ഉണ്ടാക്കിയത്. അന്ന് മുതൽ വീട്ടുകാർ അവനിലൊരു സ്വഭാവമാറ്റം കണ്ടു തുടങ്ങി. മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കും. ഇടയ്ക്കൊന്ന് പുറത്തു വന്ന് അച്ഛൻ രാമൻ നായരോട് പറയും, എനിക്ക് ജാതി മാറണോ, ഏതെങ്കിലും കീഴ്ജാതിയിലേക്ക് മാറണം. അപ്പോൾ രാമൻ നായർ പറയും, നമുക്ക് മകനെ വേണമെങ്കിൽ മതം മാറാം, പക്ഷെ ജാതി മാറാൻ പറ്റില്ല, അത് പറ്റുമെന്ന് തോന്നുന്നില്ല. രാമൻ നായർ എന്നോടും അത് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നമുക്ക് ജാതി മാറാനുള്ള വല്ല സാധ്യതയുണ്ടോയെന്ന്. എനിക്കതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. ചില യൂട്യൂബിലൊക്കെ നായന്മാർ ശൂദ്രരാണ്,
ചാതുർവർണ്ണ പ്രകാരം ഏറ്റവും താഴെയുള്ള വിഭാഗമാണ് എന്നൊക്കെ കാണാനിടയായി. അത് പക്ഷെ അവരെന്നെ ചില നായന്മാരെന്നെ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറയണത് അവർക്ക് ഇഷ്ടമല്ലാത്രേ. ഈ 4 വർണ്ണപ്രകാരം ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യരെ, ശൂദ്രര് എന്ന വിഭാഗത്തിൽ, ശൂദ്രവിഭാഗത്തിലാണ് ഈ നായന്മാർ പെടുക എന്നുള്ളതാണ് അറിവുള്ളവരൊക്കെ പറയണത്. പക്ഷേ ഈ സർക്കാരിൻ്റെ കണക്കിൽ അവർ ഉന്നത കുലജാതിയിൽപ്പെട്ടവരായി. എന്തു പറയാനാണ്? ആ ക്ഷത്രിയന്മാരില്ല ഇവിടെ. കാരണം ഇവിടെ ക്ഷത്രിയരില്ല, ബ്രാഹ്മണർ കഴിഞ്ഞാൽ ശൂദ്രർ മാത്രമേ ഉള്ളൂ, വൈശ്യരില്ല. പ്രമാണിമാരായി അങ്ങനെ പിന്നെ ഞങ്ങളത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ചില ബ്രാഹ്മണന്മാരുടെ പിന്നെ ചട്ടവട്ടങ്ങൾ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് അവർ ശൂദ്രരല്ല എന്നുള്ളൊരു സംഗതി വരികയാണ്. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് സങ്കടം വന്നിട്ടുള്ള ചില പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ MA ക്ലാസ്സിൽ. അപ്പോൾ ഇനി നാട്ടു നടപ്പ് പ്രകാരം വേറെ വല്ല സർട്ടിഫിക്കറ്റൊക്കെ ആണെങ്കിൽ വല്ല കൈക്കൂലിയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും നോക്കായിരുന്നു. ഇപ്പം ഈ കാര്യത്തിൽ അതും പറ്റില്ലല്ലോ എന്ന് രാമൻ നായർ ആരോടൊക്കെ പറഞ്ഞു അത്രേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാൻ ലേറ്റായിപ്പോയി. രാമൻ നായർ മകനെ പല മനഃശാസ്ത്രജ്ഞരെയും കാണിച്ച് മരുന്നൊക്കെ കൊടുത്തു നോക്കി. കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും. അങ്ങനെ 3-4 വർഷങ്ങളായി അങ്ങനെ കഴിഞ്ഞുപോയി. ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കാലം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇന്നത്തെ സംഭവം ഉണ്ടാവുന്നത്. ഈ അയൽക്കാരാണെങ്കിലും കാലത്തിൻ്റെ മാറ്റം കൊണ്ടാകാം പരസ്പരം കാണുന്നതും മിണ്ടുന്നതുമൊക്കെ ഞങ്ങൾ തമ്മിലും കുറവാണ്. അപ്പോഴാണ് നരേന്ദ്രൻ്റെത് ഇന്നത്തെ ഈ പ്രകടനം. പുരയ്ക്ക് ചുറ്റും കൊടുവാള് കൊണ്ടുള്ള ഈ വലിയ പ്രകടനം കണ്ട് ഞാൻ സത്യത്തിൽ ഭയന്നു കേട്ടോ. എനിക്ക് സവർണനാകണം, ബ്രാഹ്മണനാകണം എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ രാമൻ നായരുടെ പിന്നാലെ ഈ പുരയ്ക്ക് ചുറ്റും ഓടുകയാണ്. ഒരു കാലത്ത് സർക്കാർ മേൽജാതി ആയതുകൊണ്ട് മെഡിക്കൽ സീറ്റ് കിട്ടാതെ മാനസികമായി തെറ്റിയ നരേന്ദ്രനാണ് ഇന്ന് സവർണനാകണം, ബ്രാഹ്മണനാകണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് വീടിന് ചുറ്റും നരേന്ദ്രൻ നായർ ഓടണത്. അതും തനിക്ക് ജന്മം തന്ന പിതാവിൻ്റെ പിന്നാലെ കൊടുവാളും എടുത്തുകൊണ്ട്. ഇന്നലെ ഏതോ ഒരു മന്ത്രിയുടെ പ്രസംഗം TV കേട്ടുത്രേ. അപ്പം മുതലാണ് നരേന്ദ്രനിൽ ഈ ഒരു മാറ്റം വരാൻ തുടങ്ങിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്നാണ് പറയണത്. എനിക്ക് സവർണനാകണം, ബ്രാഹ്മണനാകണം എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കാരണം അതുവരെ ഈ നരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് കീഴ്ജാതിക്കാരനാകണം എന്നല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണ് പറയണമെന്നാണ് പറയണത്. പാവൻ രാമൻ നായർ എന്ത് ചെയ്യാനാണ്? രാമൻ നായരാണെങ്കിൽ പഴയ ഈ നവോത്ഥാന കാലത്തൊക്കെ വലിയ പുരോഗമനവാദിയായിരുന്നെങ്കിലും കുറച്ച് കാലമായിട്ട് വലിയ സനാതനധർമ്മവാദിയായി നടക്കുകയാണെന്നാണ് നാട്ടിലൊക്കെ ഒരു ചെറിയ സംസാരം. മൊത്തത്തിൽ രാമൻ നായർ കൺഫ്യൂഷനിലാണ്. ഈ സവർണനാരാണ്, അവർണനാരാണ്, ഇതൊന്നും രാമൻ നായർക്ക് ഇപ്പം മനസ്സിലാവണേയില്ല. തെങ്ങിൽ മൂട്ടിലിരുന്ന് രാമൻ നായർ തെങ്ങിൻ്റെ മണ്ടയിലേക്കൊന്ന് നോക്കി. മൊത്തം ശൂന്യം, വിളവില്ലാതെ തെങ്ങിൻ മണ്ട കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നരേന്ദ്രൻ തൽക്കാലം നരേന്ദ്രൻ നായർ എന്ന നരേന്ദ്രൻ ശാന്തനായിരിക്കുന്നു. പാവം നരേന്ദ്രന് മനസ്സിലാകാത്തത് നരേന്ദ്രൻ ആരാണെന്നാണ്, ഏത് കുലത്തിൽപ്പെടുമെന്നാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞു, നരേന്ദ്ര, എല്ലാവരും മനുഷ്യകുലത്തിൽപ്പെടുന്നൊരു കാലം വരും. വെറുതെ സ്വപ്നം കാണാൻ സർക്കാരുകൾക്ക് ഇപ്പോൾ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നല്ല കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പ്രസ്താവന വന്നു. അത് എന്തായാലും വളരെ ബാലുഷ്യമായി പോയി ആ പ്രസ്താവന എന്നാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള സവർണർ പോലെയുള്ള ആളുകൾ വരണം, അപ്പോഴേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നാണ് അതിനകത്ത് പുള്ളി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നേതാവ് ജാനു മേഡവും സംശയത്തിലും കുഴപ്പത്തിലുമാണെന്ന് തോന്നുന്നു. നമുക്കും സംശയവും കുഴപ്പവുമാണ്. ആദ്യം മനുഷ്യനാണോ ഉണ്ടായത്, ജാതിയാണോ ഉണ്ടായത്, മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇതിനെന്താണ് പരിഹാരം? ആര് വിചാരിച്ചാലാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക? നവോത്ഥാനമൊക്കെ തുടങ്ങി വെച്ച ഈ നാട്ടിൽ ഇനി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ആര് പുനർജനിക്കണം എന്നെനിക്കറിയില്ല. പുനർജന്മം ആഗ്രഹിക്കുന്നവരൊക്കെ ബ്രാഹ്മണനായി ജനിക്കാനും ആഗ്രഹിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാല്ലേ? എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള വിഷയങ്ങളുമായി വീണ്ടും എത്താം.